ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമൻറ്റിന് മറുപടിയായിട്ട് വരാൻ കുറേ ആയി, ലേറ്റായി പോകുന്നു. അപ്പോൾ അർജൻറ്റായിട്ട് കുറച്ച് കമൻസിന് മറുപടി തരണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം കമൻ്റൊന്നും ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഏകദേശം 122 കമൻ്റ് ഉണ്ട്. 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ വളരെ രസകരമായിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കമൻറ്റ് സെലക്ട് ചെയ്തത്. അതിൻ്റെ മുമ്പായിട്ട് കുറേ കമൻസിന് മറുപടി തരാനുണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് നിങ്ങൾക്ക് ചിരിക്കാനും ചിന്തിപ്പിക്കാനും തെറി പറയാനും ഒക്കെ ഉള്ള ഒരുപാട് അവസരങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കമൻറ്റ് തന്നെ നോക്കിയിട്ട് വായിക്കുന്നത്. അപ്പം ഫസ്റ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഞാൻ തംബ്ലൈന് വായിക്കുന്ന വീഡിയോസ് ഒന്ന് എടുത്ത് പോയി കാണണം. എന്നാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏത് എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ അതൊന്ന് എടുത്ത് കാണണമെന്ന് പറയുന്നത്. തംബ്ലൈന് കൊടുത്തത് ഇങ്ങനെയാണ്: സലീമും ഞാനും പിരിഞ്ഞു, ഇനി വിശ്വസിക്കാത്തവർക്കായി മാത്രം ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ട്, വിശ്വസിക്കാത്തവർക്കായിട്ട് മാത്രം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു തംബ്ലൈൻ കൊടുത്തിട്ട് ഞാനും സലീമിൻ്റെയും ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വന്നിട്ടുള്ള കമൻറ്റുകളാണ് നമുക്ക് വായിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ചിരിക്കാനുള്ളതായിരിക്കും, ചിലപ്പോൾ ചിന്തിപ്പിക്കാനുള്ളതായിരിക്കും, ചിലപ്പോൾ തെറി കേൾക്കാനുള്ളതായിരിക്കും. എപ്പോഴും ഇല്ലാത്ത സലീമിനെ ജസ്ന കഴിഞ്ഞിട്ടുള്ളൂ പറയുന്നത് എന്തിനാ? എനിക്ക് മനസ്സിലായില്ല. എപ്പോഴും ഇല്ലാത്ത സലീമിന്, എപ്പോഴും ഇല്ലാത്തതെന്ന് വെച്ചാൽ സലീം ജീവിച്ചിരിപ്പില്ല എന്നാണോ കുട്ടി ഉദ്ദേശിച്ചത്? ജസ്ന കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് സത്യമായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഇക്കാക്കക്ക് ഞാൻ കഴിഞ്ഞിട്ടേ പിള്ളേർ തന്നെ ഉള്ളൂ എന്നുള്ളത്. അത് ഇട്ടത് സജ്ജി ആണ്. സജ്ജി തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് കാണുന്ന സലീമിൻ്റെ കണ്ണ് തള്ളി. ശരിക്കും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കാക്കൻ്റെ കണ്ണ് തള്ളിയ നേരത്തെയും കൂടി വിളിച്ചപ്പം കണ്ണ് തള്ളിയ കാര്യം പറഞ്ഞിട്ടില്ല. പോയിട്ടുണ്ടാവും, കണ്ണ് തള്ളി പോയിട്ടുണ്ടാവും. സലീം ഒന്ന് കമൻറ്റ് ചെയ്ത ജസ്നയുടെ സലീം കമൻ്റൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഒന്നും ഞാൻ പറയുന്നില്ല. അജേഷ്, ഇവൾക്ക് ഓസ്കാർ കൊടുക്കുന്നതാകണം ഇമ്മാതിരി ആക്ടിങ്. ഭൂലോക ദുരന്തം. മംഗ്ലീഷ് ആയിട്ടാട്ടോ അങ്ങനെ വായിക്കുന്നത്. ഓ ശരി അജേഷേ. അടുത്തത് അജേഷ് തന്നെ. മരപ്പട്ടി വേറുപ്പിക്കാതെ പോടീന്ന്. ശരി അജേഷേട്ടാ. അജേഷേട്ടൻ പറയും പോലെ തന്നെ, അതിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. സേഫു, ഹോസ്പിറ്റലിൽ പോക്കു പെട്ടെന്ന് ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകും. പെട്ടെന്ന് ഇല്ലെങ്കിൽ വല്ലതും സംഭവിക്കും. ഞങ്ങളുടെ മരണം ആ സലീം ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ കമൻറ്റ് കണ്ട് ആരും തെറ്റായി വിചാരിക്കണ്ട. കാലം അങ്ങനെയാണ് ഇപ്പോൾ. ഇതെന്താ ഇപ്പം ഉദ്ദേശിച്ചത്? ഹോസ്പിറ്റലിൽ പോകൂ പെട്ടെന്ന്, ഇല്ലെങ്കിൽ വല്ലതും സംഭവിക്കും. ആർക്ക്? മരണം ആ സലീം ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ കമൻറ്റ് കണ്ടാരും തെറ്റായി വിചാരിക്കണ്ട. കാലം അങ്ങനെയാണ് ഇപ്പോൾ.
ഇതെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല കുട്ടി. അത് കുട്ടിക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. എന്താ ഉസൈൻ, എന്താ ജനഗണ, എന്താ ജനഘ, എനിക്ക് വായിക്കാൻ കിട്ടാത്തത് കിട്ടൂല എന്ന് തന്നെ പറയുന്നത്. എന്താ സുമി, അയ്യേ ഇവർക്കെന്താ സുഖമില്ലേ? ഇല്ല, ഭയങ്കര തലവേദന. PRK, സലീം മിണ്ടുന്നില്ലേ? സലീം മിണ്ടുന്നില്ല, എന്തോ സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ തന്നെയാണ് സലീം. അവൾ അവിടെ വിളിക്കട്ടെ എന്ന്. എവിടെ വിളിക്കട്ടെ എന്ന്? അഫ്സൽ, എല്ലാം മനസ്സിലായി. നീ വാങ്ങി അവിടെ കൊണ്ട് പോയി വെച്ച്. എന്താ അഭിനയം? പോടി വച്ചിട്ട്. ശരി ചേട്ടാ, എനിക്ക് പ്രാന്താണല്ലോ. ഇവിടുന്ന് മാഹി തെറ്റവും പോയിട്ട് സാധനം വാങ്ങിയിട്ട് എനിക്ക് പോലും പരിചയമില്ലാത്തൊരു വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇത് ഞാൻ വരും സലീമിൻ്റെ ഭാര്യയാണെന്ന് പറയും. അപ്പം നിങ്ങൾ എടുത്ത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് പാടാപ്പ. എന്താ അൻഫിൽന്നോ, അൻഫി എൽട്ട്. എൻ്റെ പൊന്നോ, വല്ലാത്തൊരു അഭിനയം തന്നെ. ഷോക്ക് എടുത്തതിൽ എന്താ സ്മോക്ക് എടുത്തതിൽ പിന്നാലെയുള്ള ആക്ടിങ്. ഒരു ഓസ്കാർഡ് ഒന്നും കിട്ടിയില്ല. അഭിനയിക്കാൻ അറിയില്ല. പിന്നെ എന്താ പെർഫ്യൂം, അതാണല്ലോ ഇവൾക്ക് ഏറ്റവും വിഷമമായത്. അതിടയ്ക്ക് മണത്തു നോക്കും പോലും, ഉമ്മാമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെന്തിനാ അത്? എന്താ മോനോട്ട് ഡോക്ടറെ എടുത്ത് ഇതെന്താ ഇംഗ്ലീഷ് എന്തോ അയച്ച്? എനിക്ക് മനസ്സിലായില്ല എൻ്റെ അർത്ഥം എന്താ. എന്താ അയച്ചെന്ന് എനിക്ക് അറിയാത്തോണ്ട് മോനോട് ചോദിച്ചതാ. വിട്ടേക്ക്. എടുത്ത് അടിക്കുമ്പോൾ ആ മണം കിട്ടില്ലേ? എന്തൊക്കെ എഴുതിക്ക്, എനിക്കിതിലൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും സ്മോക്ക് ചെയ്തത് എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടുമായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് ഷീട്ട് തന്നിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിക്കോളാൻ വേണ്ടിയിട്ട്. കാരണം അതിലെന്താണ് കണ്ടൻറ്റ് എന്നുള്ളത് അതിൽ കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യം വലിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നോ, വലിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ സിഗരറ്റും കഞ്ചാവൊക്കെ വലിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം ഗൈസ്. പിന്നെ പെർഫ്യൂമിൻ്റെ കാര്യം, അത് ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടെ മറ്റുള്ളവരൊക്കെ അത് യൂസ് ചെയ്യും. ആ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നായിട്ട് ആ സ്മെല്ല് വരും. ആ സ്മെല്ല് വരുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എന്നെ കുഞ്ഞിലേ നോക്കിയ ആകെ എൻ്റെ അമ്മാമ്മയാണ്. വേറെ ആർക്കും എന്നിലൊരവകാശം പറയാൻ, എൻ്റെ ഉമ്മാക്കോ വാപ്പാക്കോ പോലും എന്നിലൊരവകാശം പറയാനില്ല. അതുകൊണ്ടാണ്. ലവ് യു. മക്കളോട് മാന്യമായി സംസാരിച്ചുകൂടെ? ഞാൻ എന്തുവാ എൻ്റെ മക്കളോട് മാന്യതക്കേടിൽ സംസാരിച്ചത്? അവർക്ക് കുട്ടികളുണ്ടോ? അവരെ ഓർത്ത് ആരും കമൻ്റ് ഇടരുത് പ്ലീസ്. മക്കൾ ആണ് എല്ലാവർക്കും ഇരകളെന്നോ? ഇതെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും മക്കളെ പറയരുതെന്ന് പറഞ്ഞതിൽ ഒരുപാട് താങ്ക്സ്. അസീസ്, അവർക്ക് കിട്ടും അഭിനയം എന്നോ? കിട്ടട്ടെ. HTY ജസ്ന, ഞാൻ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇത് വേണ്ടായിരുന്നു. ഹസ്ബൻഡ് ഉപേക്ഷിക്കുന്നതേ
ഉപേക്ഷിക്കുന്നതെല്ലാം നമ്മളുടെ പേഴ്സണൽ കാര്യം. അതിന് എന്തിനാണ് നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീഡിയോ ഇട്ടപ്പോൾ അത് കാണുന്ന ചിലർ നെഗറ്റീവ് കമൻ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് മൈൻഡ് വെക്കേണ്ട കാര്യമില്ല. എൻ്റെ ചേച്ചി തംബ്ലൈന് കണ്ടിട്ടാണെങ്കിൽ ഈ തംബ്ലൈനിൻ്റെ മുകളിലാണ് നമ്മുടെ വീഡിയോ കിടക്കുന്നത്. ആ തംബ്ലൈന് കാണുമ്പോൾ ഇവർ എന്താണ് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി. അടുത്ത വീട്ടിലെ പാത്രം വെക്കുമ്പോൾ മാത്രമേ ഇവിടുന്ന് ചെവി അങ്ങോട്ട് ഓർക്കാറുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് ഈ വീഡിയോസിൻ്റെയൊക്കെ തംബ്ലൈൻ ഇടുന്നത്. എന്ന് വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഹസ്ബൻഡ് കൊടുത്തയച്ച സാധനം ഇതാ ഇപ്പോഴും ഒന്നിതാ ഇവിടെ കിടക്കുന്നു. ഒന്നിൻ്റെ ചോക്ലേറ്റിൻ്റെ വീഡിയോസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പിടിച്ച് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഒന്ന് ബോഡി എന്തൊക്കെ ഇതിക്ക് ലുലു ആണോന്നോ? ഏത് ലുലു? ലുലു എന്നാണോ വാങ്ങിയത് എന്നാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ലേ. ചാക്കോ അല്ല, ഞാൻ ചാക്കല്ല, സഞ്ചിയാണ്. ബുഷറ, ചെറിയ മക്കളോട് പറയുമ്പോൾ പറയാ വയസ്സായതിന് വയസ്സ് 90 എന്തുവാണ്? അനില, അരി കേരളത്തിൽ നിന്നും വാങ്ങുന്നതാണോ അതോ നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണോ? അരിയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങാറാണ്. പിന്നെ ഈ നാട്ടിൽ നിന്നും കൊണ്ടുവരാറാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ നാട്ടിൽ അരിയൊന്നും ഉണ്ടാക്കാറില്ല. പണ്ടൊക്കെ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവിടെയൊന്നും നെൽകൃഷിയൊന്നും ഇല്ല. റംസീന, അഭിനയം ഉഷാർ, താങ്ക് യു. പിന്നെ RAS, ഭർത്താവുള്ളവർ ഇങ്ങനെ അഭിനയിക്കില്ല. ഇല്ലാത്തവർ ഉണ്ടെന്ന് ആക്കി കൊണ്ടുവരാൻ കുറേ തള്ളിമറിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരുത്തനപ്പോൾ ഭർത്താവമ്മ കൊണ്ടുവന്നാലും നിങ്ങൾ പറയുക എൻ്റെ ജാരനാണ്. യഥാർത്ഥ ഭർത്താവ് അതല്ല എന്ന്. ഓൻ തന്നെ അരുൺ മാമനായിരിക്കും. അതെ, അരുൺ മാമൻ തന്നെയാണ്. അവൻ തന്നെയാണ് അടുത്തതും. നിന്നെ അല്ലേലും ഒഴിവാക്കിയതാണ്. മക്കളെ ഒഴിവാക്കാൻ പാടില്ലല്ലോ. അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. കൊടുക്കണം. അത് ഒരു മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. മഹേഷ് മംഗ്ലീഷാണ്. എല്ലാവരും ബെസ്റ്റ് അഭിനയം, ഓസ്കാർ അവാർഡ് കിട്ടും. ഭയങ്കര കോമഡി ആയിരുന്നു, ചിരിച്ചു വയ്യ. നല്ല ബെസ്റ്റ് ഫാമിലി, താങ്ക് യു. അൻഷിഫ, കണ്ടിട്ട് ഇതൊക്കെ നീ തന്നെ വാങ്ങി കെട്ടിക്കൂട്ടി വെച്ചതാണല്ലോ. അതെ, ഞാൻ തന്നെ വാങ്ങി. ഞാൻ ഇവിടുന്ന് മാഹി തെറ്റോളം കൊണ്ടു കൊടുത്തിട്ട് അറിയാത്തൊരു വീട്ടിൽ കൊണ്ടു കൊടുത്തതാണ്. അറിയാത്ത വീടെന്ന് പറയാൻ പറ്റൂല കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ സാധനം വാങ്ങാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അത്രേ എനിക്ക് അവരെ പറ്റി അറിയുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ മംഗ്ലീഷ. ജമ്മു, ഇതെല്ലാം ഇവൾ ഇനി വാങ്ങിയിട്ടു ആ വീട്ടിൽ കൊണ്ടുവച്ചു എടുത്തു കൊണ്ടുവന്നതാണ്. അല്ലാതെ എല്ലാവരെയും ബോധിപ്പിക്കാൻ സലീമുണ്ടെന്ന് തന്നെ. ഇല്ലടേ, സലീം ചത്തുപോയി. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഇതിൻ്റെ ഞാൻ കട്ട് ചെയ്തിട്ട വീഡിയോൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം. എല്ലാം വ്യക്തമായിട്ട് അതിലുണ്ട്. അടുത്തത് നസീമ, എന്താ സ്വന്തം എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. അതും എസ്സേ പോലെ എഴുതിയിട്ടുണ്ട്. എന്തോ ആവട്ടെ, നമുക്ക് മലയാളം വായിച്ചിട്ട് പോവാം.
സിനാൻ, സലീമിൻ്റെയും വീഡിയോ കോൾ ചെയ്ത് കാണിക്കുമോ? ഉണ്ടാവില്ല മുത്തേ, വരാൻ താല്പര്യപ്പെടൂല. എനിക്കറിയാമല്ലോ എൻ്റെ കാക്കനെ. അമ്മൂസ്, കഥ, തിരക്കഥ, സംവിധാനം എല്ലാം ഞാൻ സ്വന്തം കമ്പനി. പിന്നെ എന്ത് ചെയ്യുമ്പോഴും കയ്യിലോ മുഖത്തോ കുറച്ചു പെയിൻറ് നിർബന്ധം. ഇപ്പം കയ്യിലും മുഖത്തും ഒന്നും പെയിൻ്റ് ഇല്ല. തെറ്റിപ്പോയി, ഇവിടെ മാത്രം നിനക്ക് തെറ്റിപ്പോയി. പിന്നെന്താ? ബുഷറ, കള്ളത്തരം പൊളിഞ്ഞു. ഡയറി മിൽക്ക് അത് ഞാൻ മേടിച്ചതാ. മോളെ, ഡയറി മിൽക്ക് ഒന്നും എടുത്തുണ്ടോ? ഏതായാലും മേടിച്ചതാന്ന് പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലുള്ള ഡയറി മിൽക്കും ഗൾഫിലുള്ള ഡയറി മിൽക്കിനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്നുള്ളത് ഡയറി മിൽക്ക് ഇവിടെ വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വേഗം കൊണ്ടോ, പൊട്ടിക്കാനല്ല. ഇത് കണ്ടോ, ഡയറി മിൽക്ക്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഡയറി മിൽക്കും ഗൾഫിലുള്ള ഡയറി മിൽക്കും തമ്മിലുള്ള മാറ്റം കാണണമെന്നുണ്ടെങ്കിൽ എന്താ മാറ്റം എന്നറിയോ? മോനെ മോനെ സഞ്ജു എടാ, മോനെ വിളിക്ക്. ഇതിലെവിടെയോ എഴുതേണ്ടതാണ്. ഇത് പ്രൊഡക്റ്റ് എവിടെ നിന്ന് വരുന്നതാന്നുള്ളത് എവിടെയാണെന്ന് നോക്കിയിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക. നമ്മളുടേത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുണ്ടാവും. ഇനി അതും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ഇതാണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നല്ലേ. ജലീൽ, മുസ്ലിം സ്ത്രീകളോടാണ് ഇവളുടെ വീഡിയോക്ക് വന്ന് കമൻറ്റ് ചെയ്താൽ അതും അവൾക്ക് കണ്ടൻ്റാക്കി മുസ്ലിങ്ങളെ തെറി പറയാൻ എന്തിനാ വെറുതെ, എന്നിട്ട് നിങ്ങൾ തന്നെ ഇടും. ഞാൻ മലയാളത്തിലുള്ളത് മാത്രമേ വായിക്കുന്നുള്ളൂ കേട്ടോ, ഇംഗ്ലീഷിലുള്ളത് എന്നെ കൊണ്ട് വായിക്കാൻ പറ്റൂല. എന്നിട്ട് എനിക്കിട്ട് ട്രോളാൻ. ഫൈസൽ, ഇത് ഞാൻ മേടിച്ചതാ. എടാ ഒന്ന് കാണിച്ചെടുക്ക. എവിടെയോ കൊണ്ടോലും. മലേഷ്യയിലാണല്ലോ കമ്പനി വരുന്നത്. ഇനി ബാക്കിയുള്ളവർ വേണേ സൂം ചെയ്ത് നോക്കിക്കോട്ടെ. അപ്പം നാട്ടിലുള്ളതും അതും തമ്മിലുള്ള മാറ്റം അതാണ്. നമ്മളിപ്പോൾ എവിടെയായിരുന്നു വായിച്ചത്? അറബിൻ്റെ എംപ്ലോയി ഉണ്ട് കേട്ടോ. ഇതൊന്നും നമ്മുടെ നാട്ടിലെ ഡയറി മിൽക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ കിട്ടൂല കേട്ടോ. ഞാൻ വാങ്ങിക്കൂട്ടിയതാന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ഫൈസൽ, അത് ഫോൺ വിളിക്കുമ്പോൾ അരുണിൻ്റെ ശബ്ദം സ്പീക്കറിൽ ഇട്ട് സലീമിൻ്റെ ശബ്ദം എന്താ സ്പീക്കറിൽ ഇടാത്തത്? ജയരാജ്, അത് സലീം സ്പീക്കറിൽ ഇടാൻ സമ്മതിക്കൂല, അതുകൊണ്ടാണ്. ഫൈസൽ, ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് രൂപ വെച്ച് ബോക്സ് ഏത് ഷോപ്പിൽ നിന്നും വാങ്ങിയതാണ്? രൂപ വെച്ച് ബോക്സോ? മോക്ക് കൊടുത്ത ഇത്. അത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ചില്ലറ പൈസ കൊണ്ടുപോവാറുണ്ട്. അത് ചില പേഴ്സിൻ്റെ അകത്ത് ഇവിടുത്തെ പൈസയായി പോകുമ്പം, കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു 500 റുപ്യ കിട്ടീനു, കഴിഞ്ഞ ആളടുത്ത് കൊടുത്തയച്ച്. ഇപ്പം ഇത് ഈ 20 റുപ്യ എടുത്ത് കിട്ടിയാന്ന് ആർക്കറിയാം? അതൊന്ന് ചോദിച്ചു നോക്കിയ, ലൈവ് വീഡിയോയിൽ ചോദിച്ചാൽ ചീത്ത കേൾക്കും ചിലപ്പം. ഒന്ന് ചോദിച്ചു നോക്കാം, വെറുതെ ഒന്ന്. അത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ഒറ്റ സെക്കൻഡ് ഒന്ന് ചോദിച്ചു നോക്കുക. വിളിച്ചാൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഒറ്റ
ചോദ്യം ഉത്തരം. സലീമിനെ തന്നെ കേട്ടോ. ഷോപ്പ് തിരക്കായിരിക്കും. അല്ലെങ്കിൽ മോളെ ബോക്സിൻ്റെ അകത്തൊരു 20 ഉറുപ്പ്യ വെച്ചീനല്ലോ, അതെന്താ സംഭവം? മറുപടി കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. മോൾ പറഞ്ഞത് കേട്ട് അത് ഞാൻ വാങ്ങിച്ചതാണ് എന്ന് നിഷ അലിയാർ. ഓ, നീ കേട്ടല്ലോ. ആഷിത സ്വന്തമായി എല്ലാം വാങ്ങിച്ചു വെച്ചതാണ്. അതെ. അപ്പൂസ് മോൾ പറഞ്ഞത് കേട്ടില്ലേ ജസ്നയെ, ഡയറി മിൽക്ക് അവൾക്ക് വേണ്ടി മേടിപ്പിച്ചതാണെന്ന്. ഞങ്ങൾക്ക് വ്യക്തമായി കേട്ടു. സാമിയും തകർത്ത് അഭിനയിച്ചല്ലോ. ഉഡായിപ്പ് ജസ്ന, പോയി ചത്തുകൂടെ? കുറച്ച് കഴിയട്ടെ, ഈ വീഡിയോ ഒന്ന് കട്ടാട്ടെ, എന്നിട്ട് ചാവാം. നസീമ ചിത്രം വര മാത്രമല്ല, ഇവൾ കഥയെഴുത്തും അഭിനയവും അറിയാം. സർവകലാ വല്ലഭി. താങ്ക് യു. ഒന്ന് പോയേ. റസിയാട്ടോ. ഓ, നമ്മളെ സൂപ്പർ ഉസ്മാൻ എന്തോട്ടേക്ക്. ജസ്ന ഇൻ്റർവ്യൂവിൽ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കോൾ വിളിച്ച് അവരെ പറ്റി നല്ലത് പറയുന്നവർക്കും അവർ വിചാരിക്കുന്ന വിധം അവൾ ഓഫർ കൊടുത്ത്. ഞാൻ ഓരോരുത്തരെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഷക്കീന എന്തെങ്കിലും ഈ ഫാമിലി മൊത്തം പോക്കാണെന്ന് മനസ്സിലായി. എന്താണെങ്കിലും ഈ ഫാമിലി മൊത്തം പോക്കാണെന്ന് മനസ്സിലായി. ശരി. റീന വല്ലാത്ത ജാതി, വൃത്തികെട്ട സംസാരം. ഇതൊക്കെ റീന തന്നെയാട്ടോ അയച്ചത്. എന്നാൽ സലീമിനെ കാണിച്ചു കൊണ്ടാ? കാണിക്കൂല. അങ്ങനെ തന്നെ വേണം. എന്താ അഹങ്കാരി. സാജിത. ഇതിൽ ഞാൻ മലയാളം മാത്രമേ വായിക്കുന്നുള്ളേ, മംഗ്ലീഷ് വായിക്കുന്നില്ല കേട്ടോ. അത് കേട്ടിട്ടെങ്കിലേ ഇനിയും ഉള്ളവരും മംഗ്ലീഷിൽ അയക്കരുതെന്ന് വിചാരിച്ചിട്ടാ. സക്കീന കെട്ടിയോനെ ഇങ്ങനെ പേര് വിളിക്കുന്നതെന്തിനാ? മക്കളുടെ മുമ്പിൽ ബഹുമാനമില്ലാതെയാവും. ഇല്ല, ഞാൻ എൻ്റെ കാക്കനെ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് കാക്കേ 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 എന്നതിനും വിളിക്കാറ്. എൻ്റെ നാട്ടിൽ ഇവിടെ ഈ കൊയിലാണ്ടി ഭാഷയിൽ കാക്കേ എന്ന് വിളിക്കൂല ഭർത്താക്കന്മാരെ. ഇക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതി. ഞങ്ങളുടെ നാട്ടിലേക്കുള്ള വിളി കുറച്ചൊരു എന്താ പറയുക, നമ്മൾ കാക്കച്ചിനെയൊക്കെ വിളിക്കില്ലേ, കാക്കേ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഓരോരോ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് കാക്കേ 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 എന്ന് വിളിക്കും. അപ്പോൾ കാക്കനെ കളിയാക്കും. പിന്നെ എന്നതാ കാക്കേ കാക്കേ എന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാക്കനെ കളിയാക്കി തുടങ്ങി. അങ്ങനെ കാക്കൻ്റെ ഏറ്റവും ഇളയ പെങ്ങളുടെ മകളെ കാണാൻ പോയപ്പോൾ ഞാൻ അവിടുന്ന് കാക്കയെന്ന് വിളിച്ച്. അപ്പോൾ എന്നെ അവിടെ ഇരുത്തി എന്നോട് സംസാരിച്ച് എന്നോട് പറഞ്ഞു, നീ അവനെ കാക്കയെന്ന് വിളിക്കരുത്. എന്നുവെച്ചാൽ സലീം അവളുടെ എത്രയോ മൂത്ത പെങ്ങളെ മോളാട്ടോ. അവൾ വരെ സെലിയെന്നാണ് വിളിക്കുക. ഞാൻ വിളിക്കുന്നത് നീ കേട്ടില്ലേ, സെലിയെന്നാണ് വിളിക്കാറ്. നീ സെലിയെന്ന് വിളിച്ചാൽ മതിയോന, കാക്കയെന്ന് വിളിക്കരുതെന്ന്. എനിക്ക് ഈ സെലിയെന്ന് വിളിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ അതങ്ങ് സലീമേന്നാക്കി. ഞാൻ ജാപ്പൻ്റെ അമ്മന്നാണെങ്കിലും സലീമേന്നാണല്ലോ വിളിക്കുക. എന്താ ഷാനീസ്, ആ വലിയോട് കൂടെ നീ അങ്ങ് തീർന്നുവെങ്കിൽ ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ ജീവിച്ചേനെ. ഇട്ട ആളുടെ ഫോട്ടോ ഒന്ന് ഞാൻ കാണിച്ചു തരാവേ.
ഇവളായിട്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവളങ്ങ് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നേ ഇവളുടെ മക്കൾക്ക് സുഖകരമായിട്ട് ജീവിക്കാമായിരുന്നു. ഒന്നുമില്ലെങ്കിലെടി നിന്നെ പോലൊരു അമ്മയല്ലേടി ഞാൻ, അതെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ നിനക്ക്. ശ്രീജ, അഭിനയം കൊള്ളാം, താങ്ക് യു. ശ്രീജ, അയാൾ മരണപ്പെട്ടോ അതോ അവൾ കൊന്നോ? ഞാൻ കൊന്നതാ. ആദിൽ, ഒരു സംശയം, ആ വീട്ടുകാർ എന്താ നിങ്ങളുടെ കയ്യിൽ ആ ബാഗ് തരാതെ മറഞ്ഞു നിന്നത്? എൻ്റെ പൊന്നാരമക്കളെ, ഞങ്ങൾ പോയി വാതിലിന് മുട്ടോലോട് മുട്ടൽ, അമ്മേ അച്ഛേ എന്നൊന്നും വിളിച്ചിട്ട് ഇവർ ആരും ഒച്ചില്ലടോ. എവിടുന്നോ ഒരു അശരീരി പോലെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കാണ് അകത്ത് കയറാനും പേടി. ആരാ എന്താ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അകത്ത് കയറിയിട്ട് എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. നോക്കുമ്പോൾ കക്കൂസിലായിരുന്നടേ. കക്കൂസിന്ന് അവർക്ക് പെട്ടെന്ന് വിളിക്കുമ്പോഴേക്ക് ഇറങ്ങി വരാൻ പറ്റൂലല്ലോ. അപ്പോൾ അവർ കക്കൂസിന്ന് ഡോറ് തുറന്നിട്ട് പറഞ്ഞു ദേ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ സാധനം എടുത്ത് പോരുമ്പോഴാണ് പിന്നെ ആ ആൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. നല്ല പ്രായമായ ആളാട്ടോ അവർ. സോതു, ഇത് ഗൾഫിൽ ടൈം അല്ലേന്നോ? ഇത് ഗൾഫിൻ്റെ ടൈം അല്ലേന്നോ? മഞ്ജു, അവളുടെ മോൾ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഡയറി മിൽക്ക് എനിക്കുള്ളതാണ്, അത് ഞാൻ വാങ്ങിയതാണ് എന്ന്. ഇനി എപ്പോഴായിരുന്നെടി ഡയറി മിൽക്ക് ഇനി വാങ്ങിയതാണ് എന്ന് പറഞ്ഞ്? എന്നിട്ട് ഇതിൽ കമൻറ്റ് വരുന്ന മുഴുവനോ നീ വാങ്ങിയതാണ് എന്നാണല്ലോ. നീ എന്തേത്തേയും പറഞ്ഞത്? ആ കേട്ടില്ലേ? പിന്നെ പൊളിക്കുമ്പോൾ അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. ഉമ്മാൻ്റെ സ്പ്രേ അതിൽ ഉണ്ടെന്ന് ഒരിക്കലും അറിയില്ല റംഷിത. ഉമ്മയല്ലടാ, ഉമ്മാമ. ഇല്ലാത്തൊരു സലീം, അയ്യോ ഭയങ്കരം. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ചിരിക്കാനും ചിന്തിപ്പിക്കാനുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വായിക്കാമെന്ന്. റംഷിത തന്നെ, ഉമ്മയും മകളും നാടകം പൊളിച്ചു, താങ്ക് യു. ഇനി മലയാളാരാ? പൊന്നു, ഭർത്താവ് വിളിക്കുമ്പോൾ പുച്ഛം പോലെ സംസാരിക്കല്ലേ ജസ്ന. സോപ്പ് കെട്ട സ്മെല്ല് എന്നൊക്കെ പറഞ്ഞ് ശരിയായില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത സോപ്പാണ് കൊടുത്തയച്ചത്. മോൾക്ക് അതേ പറ്റുള്ളൂ. മോളുടെ കാര്യം നോക്കിയിട്ടാണ് ഇക്കാക്ക് കൊടുത്തയച്ചത്. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് മോനും മോക്കും കൊടുത്തത് നിങ്ങൾ അപ്പം തന്നെ കണ്ടില്ലേ. ഇക്കാക്കനോട് പിന്നെ ദേഷ്യപ്പെട്ട് ഇക്കാക്കക്ക് അങ്ങനെ ഒരു സംഭവം, അരുൺ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തു വിട്ടിട്ടുണ്ട് എന്നുള്ളത് ഇക്കാക്കക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. ഞാൻ എന്നാൽ പിന്നെ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കൂലായിരുന്നു. അവിടെ ഇക്കാക്കൻ്റെ അടുത്താണ് ഫാൾട്ട് പറ്റിയത്. സൗഫു സലീം, ഉമ്മയാണോ ഉമ്മുമ്മ ആണോ മരിച്ചത്? ആരുടേതാണ്? എൻ്റെ വാപ്പയുടെ ഉമ്മ കേട്ടോ മരണപ്പെട്ടത്. നിനക്കുള്ള ഭർത്താവല്ലേ? കള്ളക്കാമുകന്മാർ മാത്രമാണ് വെടികൾക്ക് ഭർത്താക്കന്മാരുണ്ടാവില്ല. അത് നിൻ്റെ അമ്മക്ക് ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഇല്ല എന്ന് നീ ചിന്തിക്കരുത് കേട്ടോ. ഇവൾ വെടി ആണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഇവളുടെ കയ്യിൽ നിന്നും പടം മേടിക്കുന്നത്? ഇനി മേടിക്കുന്നവർ വേറെ എന്തെങ്കിലും മേടിക്കാവോ? നിങ്ങളുടെ ഈ കമൻറ്റുകൾ കൊണ്ടാണ് ഷൈജു എല്ലാവരും എന്നോട് ഫോട്ടോ മേടിക്കുന്നത്, അതാദ്യം മനസ്സിലാക്കുക. അഭിനയ റാണി അജിത, ഓ താങ്ക് യു. അലീന, നീ ഭാഗ്യ പോക്കി ചെയ്തു. എന്താ എഴുതിക്കെങ്കിൽ മനസ്സിലായില്ല. ഇനിയും കമൻ്റ് ഇതാ ഒരുപാട് കമൻ്റ് കിടക്കുന്നുണ്ട്, കാണുന്നില്ല. ഇവിടെ നിന്ന് തൊട്ടിട്ട് ഒരുപാട് ഇത്ര ഉള്ളില്ലേ, തീർന്നു തോന്നുന്നു.
ഒന്നും കൂടി വായിക്കാം. അരിയാഹാരം കഴിക്കുന്ന നിനക്ക് ഭർത്താവുണ്ടെന്ന് വിശ്വസിക്കില്ല. ഇനി വിശ്വസിക്കണ്ട. ഇനി അരിയാഹാരമല്ല കഴിക്കാറ്. അയാൾ വേറെ കല്യാണം കഴിച്ചു കാണും. മക്കളെ എന്തെങ്കിലും കൊടുത്തു വിട്ടു കാണും. ആ മക്കൾക്ക് എന്തെങ്കിലും കൊടുത്തു വിട്ടു കാണും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. നിന്റെ അഭിനയം ഒരു ഓസ്കാർ കിട്ടും. താങ്ക് യു. ഗൾഫിൽ 20 രൂപയുണ്ടോ? ഇത് നാട്ടിലെ പൈസയല്ലേ? അതാണ് എന്തിനാണ് 20 രൂപ എന്നുള്ളതിന് മറുപടി ഇതേ ഒറ്റ ടിക്കേ വന്നിട്ടുള്ളൂ. അപ്പോൾ സലീം ഓൺലൈനിലില്ല. എന്തിനാണ് എന്നുള്ളത് മറുപടി കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് തരാം. 30 മിനിറ്റായി. ഒരുപാട് സമയം സംസാരിക്കണ്ടല്ലോ. ഞാൻ കുറേയൊക്കെ സ്കിപ്പ് ചെയ്താഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം മലയാളം മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. മംഗ്ലീഷ് വായിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഉള്ളത് പറയുന്നതിന് എന്താ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറയാണ്. അടുത്ത കമൻറ്റിന് മറുപടിയായിട്ട് ഞാൻ വരാം. ഞാൻ പറഞ്ഞില്ല, ഇതിൽ ചിരിക്കാനും ചിന്തിപ്പിക്കാനും തെറി പറയാനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കാര്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു കമൻറ്റ് ഞാൻ നോക്കി വെച്ചിട്ട് വായിച്ചത്. ഇനി നാളെ വേറൊരു കമൻറ്റിന് മറുപടിയായിട്ട് ഞാൻ വരുന്നുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് എന്നെ കാണാം. കാരണം പീരീഡ്സിൻ്റെ സമയമാണ്, എനിക്ക് വരയ്ക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് എന്നെ നിങ്ങൾക്ക് എപ്പോഴും ലൈവിലും കമൻറ്റിന് മറുപടിയൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.